ഹലോ, നമസ്തേ. എൻ്റെ പേര് ജോ തോമസ്. ഞാൻ കേരളത്തിലെ പൊതുജനാരോഗ്യത്തെപ്പറ്റി പഠനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വിളിക്കാനായിട്ടാണ്. ഈ ആർട്ടിക്കിൾ കേരളത്തിലെ മിഡ്വൈഫറി പോളിസി, കേരള സർക്കാർ അടുത്ത കാലത്ത് മിഡ്വൈഫ്സിൻ്റെ പൊസിഷൻ ഓൾമോസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ആ പോളിസി കൊണ്ടുണ്ടാകുന്ന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ ചെയ്തിരിക്കുന്നത്. മിഡ്വൈഫ്സ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സ്ട്രക്ചറാണ്. പർട്ടിക്കുലർലി മെറ്റേണിറ്റി ഹെൽത്ത്, പ്രസവ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് മിഡ്വൈഫ്സ്. അത് കേരളത്തിൽ മൊത്തം അവരുടെ അപ്പോയിൻമെൻറ്റ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് മിഡ്വൈഫ്സിൻ്റെ പൊസിഷൻ തന്നെ അവർ അബോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിന് ദീർഘകാലമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിലെ പൊതുജനാരോഗ്യത്തിൽ വരാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആരോഗ്യരംഗത്തേക്കുള്ള സർക്കാരിൻ്റെ താല്പര്യത്തെ അത് അവിടുന്ന് പുറകോട്ട് പോകുന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് കാണിക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ ഏകദേശം 46% ഡെലിവറീസ് നടക്കുന്നത് സിസേറിയൻ സെക്ഷനാണ്. അത് WHO കണക്ക് പ്രകാരം 14 മുതൽ 15% കൂടുതലായാൽ അത് വളരെ കൃത്യമായിട്ടുള്ള ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നു എന്നാണ് WHO പറയുന്നത്. ഈ ഹൈ ലെവൽ ഓഫ് സിസേറിയൻ സെക്ഷൻ വരാനുള്ള ഒരു പ്രധാന കാര്യം സ്ത്രീകൾക്ക് നാച്ചുറൽ ചൈൽഡ് ബർത്ത് ആണ് ഒരു പ്രധാന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതിന് അതേപ്പറ്റിയുള്ള ഒരു ഹെൽത്ത് ലിറ്ററസി കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടുകൂടിയാണ്. പലരും വിചാരിക്കും സിസേറിയൻ സെക്ഷനാണ് നാച്ചുറൽ ചൈൽഡ് ബർത്തിനേക്കാളും പ്രിഫേർഡ് എന്ന് പറയാനുള്ളൊരു കാരണം അതേപ്പറ്റി വ്യക്തമായ ധാരണ കൊടുക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും 42% പോസ്റ്റ് സിസേറിയൻ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ കൂടുതലുള്ള കേരളത്തിലാണ്. മൊത്തത്തിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിലും പ്രത്യേകിച്ചും പ്രസവ ശുശ്രൂഷയോടനുബന്ധിച്ചുള്ള ആരോഗ്യത്തിലും ഒരു പ്രധാന ഗണ്യാണ് അവരാണ് ഈ മിഡ്വൈഫ്സ് എന്ന് പറയുന്നത്. മിഡ്വൈഫ്സും ആശാ വർക്കറും തമ്മിലുള്ള ഒരു ടീം വർക്ക് ആയിരിക്കണം പ്രസവ ശുശ്രൂഷയ്ക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റെസ്പെക്റ്റ്ഫുൾ മെറ്റേണിറ്റി കെയർ എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ ഒരു പ്രധാന ഗണ്യമാണ് ആശാ വർക്കേഴ്സും മിഡ്വൈഫ്സും. കേരള ഗവൺമെൻറ്റിൻ്റെ മിഡ്വൈഫ്സിനോടുള്ള സമീപനവും ആശാ വർക്കേഴ്സ് സമീപനവും വളരെ കൃത്യവിലോപത്തിൽപ്പെട്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേപ്പറ്റി ഞാൻ വിശദമായിട്ട് എൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആർട്ടിക്കിളിനെ വായിക്കാൻ നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്കഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്തേ.